എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ള ഫാമിലി ടൂറിലാണ്. ഊട്ടിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഇല്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര ഊട്ടിയിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പുലർച്ചെ 4 മണിക്ക് തന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരുന്നു. രാവിലേക്കുള്ള ഫുഡ്, അതേപോലെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും റെഡിയാക്കിയതിന് ശേഷം അത് വണ്ടിയിലേക്ക് കയറ്റിയതിന് ശേഷമായിരുന്നു ഞങ്ങൾ യാത്ര തുടങ്ങിയത്. തീർച്ചയായിട്ടും ഒരുപാട് ഡെസ്റ്റിനേഷനിലേക്കും നമുക്ക് എത്താൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ ഏകദേശം ഒരു 4-5 ഏരിയ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടേക്ക് എത്താൻ മാക്സിമം ടൈം ആയിക്കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ. കാരണം വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഊട്ടിയിൽ ഓൾമോസ്റ്റ് അധികം പാർക്കുകളും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളൊക്കെ ഏകദേശം ക്ലോസ് ആക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര തിരക്കായിരിക്കും റോഡൊക്കെ. സോ ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെയായിരുന്നു യാത്ര. സൂയിസൈഡ് പോയിൻ്റ്, അതുപോലെ ഷൂട്ടിംഗ് പോയിൻ്റ്, അതുപോലെ ടീ ഫാക്ടറി, പിന്നെ കർണാടക ഗാർഡൻ, അതുപോലെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബോട്ടാണിക്കൽ ഗാർഡൻ. ഇങ്ങനത്തെ ഈ ഒരു 4-5 സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ ആകെ പോയിട്ടുള്ളത്. കാരണം അതിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 49 സീറ്റുള്ള ബസ്സായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇത്രയും ആളുകൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ടൈമിംഗ് ആണ്. ടൈമിംഗ് പക്ക ടൈമിംഗ് ആയിരിക്കണം. അതുപോലെ പിന്നെ നമ്മുടെ വെൽ പ്ലാനിങ് ആയിരിക്കണം. നേരത്തെ തന്നെ പുറപ്പെടുകയും വേണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമുക്ക് ഇത്രയും സ്പോട്ടുകൾ കവർ ചെയ്യാൻ പറ്റുക. ലേറ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് എത്താൻ കഴിയില്ല. പ്രതീക്ഷിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടൈം കറക്റ്റായിട്ട് കീപ്പ് ചെയ്തു. 150 കിലോമീറ്റർ 160 കിലോമീറ്ററോളം ഏകദേശം ഉണ്ടെങ്കിലും ഞങ്ങൾ കറക്റ്റ് 4 മണിക്ക് തന്നെ കറക്റ്റ് എല്ലാവരും സ്പോട്ടിലെത്തി. ഏകദേശം 4-4:30 ഒക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിയപ്പോഴാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആദ്യം തന്നെ ഒരുക്കിയിരുന്നു. പൊറാട്ടയും പത്തിരിയും പിന്നെ ചപ്പാത്തിയും അതിക്ക് ചിക്കൻ കറിയും ആയിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. റോഡ് സൈഡിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വേസ്റ്റ് നമ്മുടെ വണ്ടിയിൽ തന്നെ ഒരു ബോക്സിലാക്കുക എന്നുള്ളതാണ്. ഈ പ്രദേശങ്ങളൊക്കെ പ്ലാസ്റ്റിക് നിരോധിത മേഖലകളാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളും പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ അവിടെ നിരോധിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. ഫസ്റ്റ് അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നത് സൂയിസൈഡ് പോയിൻ്റ് ആണ്. നീഡിൽ റോക്ക് പോയിൻ്റ് എന്നാണ് സൂയിസൈഡ് പോയിൻറ്റിന് ഈ ഒരു ഏരിയനെ പറയുന്നത്. അവിടെ ചെറിയൊരു പാർക്കും അത് കൂടെ ഉണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്.
എല്ലാവരും ഒരു ഹായ് പറഞ്ഞാണേ. നീഡിൽ റോക്ക് വ്യൂ പോയിൻറ്റിന് ശേഷം നമ്മളെത്തുന്ന മറ്റൊരു സ്ഥലമാണ് ഷൂട്ടിംഗ് പോയിൻറ്റ്. ഷൂട്ടിംഗ് പോയിൻറ്റിൽ നമുക്ക് ഒരുപാട് സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ ആയതുകൊണ്ടായിരുന്നു ഷൂട്ടിംഗ് പോയിൻറ്റ് എന്നറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും നിരന്ന ഒരു മല തന്നെയാണ്, നല്ല പച്ചപ്പുള്ള അതിവിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത്. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 30 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. നിരന്ന് കിടക്കുന്ന കുന്നുകളാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമുക്കതിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ 4 ഭാഗം ഒരേപോലെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ നല്ലൊരു ഫാമിലി ഫോട്ടോസ് എടുത്തു. എല്ലാവരും കൂടിയിട്ട് ഇത്രയും ആളുകളായിരുന്നു ഞങ്ങളെ ബസ്സിൽ പോയിരുന്നത്. ഇതിലുള്ള എല്ലാവരും ഈ ഒരു ഫോട്ടോസിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുള്ളത് കർണാടക ഗാർഡനിലാണ്. ഊട്ടിയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാർഡനാണ് കർണാടക ഗാർഡൻ. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർണാടക ഗാർഡന് ശേഷം ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ കൂടെ പോയി. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്.
ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രത്യാശയോടുകൂടി ഇന്നിവിടെ പറഞ്ഞു പിരിയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിഷു എപ്പിക്കാട്.